ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഫെബ്രുവരി മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയർ ചോദ്യങ്ങളും ഒറ്റ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സമയം കളയണ്ട, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 16ാമത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ആനി ജോർജ് മാത്യു ആണ്. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആനി ജോർജ് മാത്യു. 16ാമത് ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് 16ാമത്തെ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സ്ലെയിങ് താരം ആര് എന്ന് ചോദിച്ചാൽ അത് വിഷ്ണു ശരവണനാണ്. മറക്കണ്ട, 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സ്ലെയിങ് താരം ആര് എന്ന് ചോദിച്ചാൽ അത് വിഷ്ണു ശരവണൻ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തുടർച്ചയായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജയ് ഷാ എന്ന് പറയുന്ന വ്യക്തി. നമ്മുടെ ജയ് ഷാ എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മകനാണ്. അതുപോലെ 2024 ജനുവരിയിൽ പ്രശസ്ത സംഗീത സംവിധായകനായ AR റഹ്മാൻ ചില ഗായകരുടെ ശബ്ദത്തെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചു. ലാൽ സലാം എന്ന് പറയുന്ന സിനിമയിലാണ് ഇത് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം 2 ലെജൻസ് ആയ ഷാവുൽ ഹമീദ് എന്ന് പറയുന്ന അതുപോലെ ബംബ ബക്കിയ എന്ന് പറയുന്ന 2 ലെജൻസിന്റെ വോയിസാണ് അദ്ദേഹം പുനഃസൃഷ്ടിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിന് വേണ്ട എന്താ പറയുക റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചത്. കുടുംബത്തിന് അനുവാദവും വാങ്ങിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഈ പരിപാടി ചെയ്തത്. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം 2024, അതായത് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. 2024 പ്രമേയം ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് എന്നതാണ്. മറക്കല്ല, ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നതാണ്. 2024 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2024 പ്രമേയം എന്ത്, അല്ലെങ്കിൽ അതിന്റെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് ആണ്. ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബജറ്റ് നമ്മുടെ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അപ്പൊ ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റ് ആണെന്നുള്ളത് മറക്കരുത്. അപ്പൊ 2024 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച എത്രാമത്തെ ബജറ്റാണ്? 6ാമത്തെ ബജറ്റാണ്. ഇവര് ഈ ബജറ്റ് നടത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് 56 മിനിറ്റ് ആണ്. വെറും 56 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ നിർമ്മല സീതാരാമൻ 6 പ്രാവശ്യം നടത്തിയതിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഭാരതരത്നം നേടിയ 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി എന്ന് പറയുന്നത്. ഭാരതരത്നം നേടിയ 9ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? LK അദ്വാനി എന്ന് പറയുന്നത്. LK അദ്വാനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ലാൽ കൃഷ്ണ അദ്വാനി എന്നാണ്. ഇദ്ദേഹം നമ്മുടെ 2002 മുതൽ 2004 വരെ ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു. ഓർക്കണേ, മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു 2002 മുതൽ 2004 വരെ. BJP എന്ന് പറയുന്ന ഇപ്പം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സഹസ്ഥാപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ള പോയിന്റും നിങ്ങൾ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ഇനി മത്സര പരീക്ഷയിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷ, 1 കോടി രൂപ പിഴ ലഭിക്കുന്ന പൊതുപരീക്ഷ ലോകസഭ അല്ലെങ്കിൽ ബിൽ അന്യായ രീതിയിൽ തടയുന്നതിനുള്ള ബിൽ 2024 ലോകസഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. നമ്മുടെ മന്ത്രിയായ ജിതേന്ദ്ര സിംഗ് ആണ് ഇത് അവതരിപ്പിച്ചത്. ഇതിന് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് താഴ്ന്ന റാങ്കിലുള്ളവല്ല. DYSPയോ ACPയോ ആ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ വേണം അന്വേഷണം നടത്താൻ എന്നതും ഇവിടെ നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ട പോയിന്റാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏത് എന്ന് ചോദിച്ചാൽ അത് ഇസുൾട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സാധനമാണ്. ഓർത്തു വെച്ചിരിക്കണം. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ എന്ന് പറയുന്നത് ഇസുൾട്ട്. അടുത്ത് നോക്കിക്കോ, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവി എന്ന് പറയുന്നത് NK ദേശം ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണപിള്ളയാണ് കേട്ടോ. അദ്ദേഹം 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയാണ് NK ദേശം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണപിള്ള എന്നതാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമുണ്ട്, സമ്പൂർണ്ണ കവിതാ സമാഹാരമാണ് ദേശികം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം. ഇദ്ദേഹത്തിന്റെ
പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് എലിമീശ. കുറച്ച് കേൾക്കാൻ കൗതുകമുള്ള ചില സാധനങ്ങൾ ഞാൻ എടുത്തു പറയാം. ഒന്ന് എലിമീശ, അതുപോലെ ചൊട്ടയിലെ ശീലം. നമ്മൾ സാധാരണ പറയാറില്ല ചൊട്ടയിലെ ശീലം ചുടല വരെ, അതുപോലെ ചൊട്ടയിലെ ശീലം, അതുപോലെ അപ്പുപ്പം താടി, അതുപോലെ ഞാൻ പറഞ്ഞു എലിമീശ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ചില കൃതികളാണ്. ദേശികം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കവിത സമാഹാരമാണ് എന്നതും ഓർക്കുക. ഇനി 2024 ഫെബ്രുവരിയില് ലോക ചെസ് സംഘടനയായ ഫിഡെ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി ആദരിച്ച ഇന്ത്യയിലെ ചെസ് ഇതിഹാസ താരമാണ് മിർ സുൽത്താൻ ഖാൻ എന്ന് പറയുന്നത്. നമ്മളിൽ ഈ തലമുറയിൽപ്പെട്ട പലർക്കും അറിയാത്തൊരു പേരായിരിക്കണം, പക്ഷെ അത് ഓർത്തു വെച്ചിരിക്കണം. 2024 ഫെബ്രുവരിയില് ലോക ചെസ് സംഘടന ഒരു മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി ആദരിച്ച ഇന്ത്യയിലെ ചെസ് ഇതിഹാസ താരമാണ് മിർ സുൽത്താൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തി, മറക്കണ്ട. ഇനി 3 രാജ്യങ്ങൾ സംയുക്തമായ ആതിഥേയത്വം വഹിക്കുന്ന 2024 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. ന്യൂ ജേഴ്സിയിലുള്ള അല്ലെങ്കിൽ US ന്യൂ ജേഴ്സിയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓർത്തു വച്ചിരിക്കുക. ഇനി നോക്കടാ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി എന്ന് പറയുന്നത് വ്യക്തി എന്ന ആ റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലെഗ് കൊനോനെയോ എന്ന് പറയുന്ന റഷ്യക്കാരാണ്. ഇവിടെ പേരൊക്കെ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാൽ പഠിച്ചു വയ്ക്കുക. ഒലഗ് എന്നെങ്കിലും ഓർത്തു വെച്ചിട്ട്. ഒലഗ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒലക്കയുടെ മൂട് എന്ന് പറയാറില്ല, ഒലക്കയുടെ മൂട്, ഒലക്ക, ഒലഗ്, 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 ഒലഗ് ഒക്കെയാണല്ലോ. ഒലഗ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഒലഗാണ് കേട്ടോ. 878 ദിവസവും 11 മണിക്കൂറും 28 മിനിറ്റും 48 സെക്കൻഡുമാണ് ഇദ്ദേഹം അവിടെ ചെലവഴിച്ച സമയം എന്ന് പറയുന്നത്. ഓർക്കണേടാ, ഇത്രയും വലിച്ചു തട്ടി പഠിച്ചില്ലെങ്കിലും 878 ദിവസം എന്നെങ്കിലും ഓർത്തു വച്ചിരിക്കണം കേട്ടോ. 878 ദിവസവും 11 മണിക്കൂർ 29 മിനിറ്റ് 48 സെക്കൻഡും ഇദ്ദേഹം അവിടെ ചെലവഴിച്ചു. ഇദ്ദേഹം ആരുടെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ റഷ്യയുടെ തന്നെ ഡി പാൽക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള റെക്കോർഡാണ് ഇത്. അപ്പൊ ഒരു റഷ്യക്കാരന്റെ തന്നെ റെക്കോർഡാണ് ഒലക്ക അല്ലെങ്കിൽ ഒലഗ് എന്ന് പറയുന്ന വ്യക്തി മറികടന്നത് എന്നത് മനസ്സിലാക്കുക. ഓക്കെയാണോ? ഇനി തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് ഏതെന്ന് പറയുന്നത് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. നമ്മുടെ ഈറോഡ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലമുണ്ട്, ഈറോഡ് ജില്ല. അവിടെയുള്ള റിസർവ് വനമേഖലയായ ബൽഗുർ ഹിൽസിലാണ് ഈ പറയുന്ന തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓർക്കണം, ഈറോഡ് ജില്ലയിലുള്ള റിസർവ് വനമേഖലയായിട്ടുള്ള ബർഗൂർ ഹിൽസിലാണ് ഈ പറയുന്ന തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം കാണപ്പെടുന്നത്. ഡിമൻഷ്യ, അൽഷിമേഴ്സ് രോഗബാധിതരായ വയോജനങ്ങൾക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മറ്റു വകുപ്പുകളുടെ സഹായത്തോടെ നടത്തുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്. അതിന്റെ ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഡിമൻഷ്യ, അൽഷിമേഴ്സ് രോഗബാധിതരായ വയോജനങ്ങൾക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മറ്റു വകുപ്പിന്റെ സഹായത്തോടെ നടത്തുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി. ഇനി നോക്കടാ, ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമസഭ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് നിയമസഭയാണ് കേട്ടോ. എവിടെയാണ്ട? ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് അവദ ബിൻ മുബാറക് ആണ് കേട്ടോ. അഹമ്മദ് അവദ ബിൻ മുബാറക് ആണ് യമന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകാൻ പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് കമ്പനി എന്ന് പറയുന്നത്. 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനം അതിനു വേണ്ടിയിട്ട് പരിശീലനം നൽകാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് എന്ന് മറക്കണ്ട. ഇനി അതിജീവനം എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ വിശ്വാസ് മേത്തയുടേതാണ്. ആരുടെ ആത്മകഥയാണ് അതിജീവനം എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. ബുക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോടാ, ലോൺലി പ്ലാനറ്റിന്റെ
ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് നമ്മുടെ പാപനാശം ബീച്ച്. വർക്കലയിലുള്ള പാപനാശം ബീച്ച്, തിരുവനന്തപുരം വർക്കല. ആ വർക്കലുള്ള പാപനാശം ബീച്ചിന് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വരുന്നത് മാനാഞ്ചിറയിലാണ്, കോഴിക്കോടുള്ള മാനാഞ്ചിറ. കേട്ടോ, മറക്കണ്ട. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വരുന്നത് മാനാഞ്ചിറ, കോഴിക്കോട്. ഇനി നമുക്ക് കുറച്ച് എക്കണോമിക്സിലോട്ട് കിടക്കാം. 2024 ആദ്യ പണനയ പ്രഖ്യാപനത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ 6.5% ആണ്. മറക്കണ്ട, ഈ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന എക്കണോമിക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾക്കിടയിലും വേണമെങ്കിൽ അവരെ തിരികെ കയറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കറണ്ട് അഫെയർ പോയിന്റ്സ്, ഈ എക്കണോമിക്സിന്റെ കറണ്ട് അഫെയർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2024 ആദ്യ പണനയ പ്രഖ്യാപനത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 6.5%. 2024-25 സാമ്പത്തിക വർഷം RBI ലക്ഷ്യപ്പെടുന്ന സാമ്പത്തിക വളർച്ച എത്ര എന്ന് ചോദിച്ചാൽ 7%. മറക്കണ്ട, 2024-25 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച എത്ര ശതമാനമാണടാ? 7% സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തു നോക്കാം. 2024 ലോക പയറുവർഗ ദിനത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് പൾസസ് ന്യൂറേഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ. 2024 ലോക പയറുവർഗ ദിനത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് പൾസസ് ന്യൂറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ എന്നതാണ്. ഇനി 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നേടിയ പ്രമുഖ മലയാളി കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഈ കാലഘട്ടത്തിൽ മരിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. MS സ്വാമിനാഥൻ നിങ്ങൾക്ക് അടുത്ത LD പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഓർക്കണം, 2024 ഫെബ്രുവരിയില് മരണാനന്തര ബഹുമതിയായിട്ട് ഒരു പ്രമുഖ മലയാളി കൃഷി ശാസ്ത്രജ്ഞൻ ഭാരതരത്ന കിട്ടി. അത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്ത് നോക്കടാ, പാരീസ് ഒളിമ്പിക്സ്, അത് കഴിഞ്ഞിട്ട് നടക്കുന്ന പാരാ ഒളിമ്പിക്സ് എന്നിവയിൽ ആദ്യത്തെ 3 സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന മെഡലുകളിൽ ഏത് വാസ്തുവിദ്യാ വിസ്മയത്തിന്റെ ഭാഗമാണ് കൂട്ടിച്ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈഫൽ ടവറിൻ്റെതാണ്. നമുക്കറിയാം ഈഫൽ ടവറും പാരീസും തമ്മിലുള്ള കണക്ഷൻ. അപ്പൊ പാരീസ് ഒളിമ്പിക്സ്, അത് കഴിഞ്ഞിട്ട് അതേ സ്റ്റേഡിയത്തിൽ തന്നെ നടക്കുന്ന പാരാ ഒളിമ്പിക്സ്, ഇതിലൊക്കെ ആദ്യം 3 സ്ഥാനം കിട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ആ മെഡലുകളിൽ ഈഫൽ ടവറിന്റെ എന്താ പറയുക, ഒരു വാസ്തുവിദ്യ കൂടി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കടാ, യൂറോപ്പിന്റെ മുകൾ തട്ട് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ജങ്ഫ്രൗജോച്ചിൽ ആണ്. ആ ചിത്രത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ആദരവ് ലഭിച്ച ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത്. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയെ യൂറോപ്പിന്റെ മുകൾ തട്ട് എന്നറിയപ്പെടുന്ന ജങ്ഫ്രൗജോച്ചിൽ വെച്ച് ആദരിച്ചു എന്നൊരു പോയിന്റ് അവിടെ ഓർത്തു വച്ചിരിക്കുക. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല എന്ന് പറയുന്നത് വയനാട് ജില്ലയാണ് കേട്ടോ. വയനാട് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പോയിന്റ്സുകൾ ഇതുകൂടെ നമുക്ക് ഇത്തവണ പഠിക്കാനുണ്ട് കേട്ടോ. കാര്യം ഒരുപാട് നല്ലൊരു ഭരണമാണ് അവിടെ നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ, അവിടുത്തെ ജില്ലാ പഞ്ചായത്തുകളും മറ്റുമൊക്കെ. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച ആദ്യത്തെ ജില്ല വയനാട്. ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ സർവേ വെസൽ കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ അത് INS സന്ധ്യായക് എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ സർവേ വെസൽ കപ്പൽ INS സന്ധ്യായക്. 11 റൂൾസ് ഓഫ് ലൈഫ് സീക്രട്സ് ടു ലെവലപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചേതൻ ഭഗത്. ഞാൻ പറഞ്ഞു, പുസ്തകങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പുസ്തകങ്ങൾ നമുക്ക് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 11 റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവലപ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചേതൻ ഭഗത് ആണ്, മറക്കണ്ട. 2024 ഫെബ്രുവരി നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ഏത് എന്ന് ചോദിച്ചാൽ അത് ദുബായ് ആണ്. ആ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ ആണ്. 2 പോയിന്റ് മറക്കണ്ട. 2024 ഫെബ്രുവരി നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ് ആണ്. ആ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ ആണ്. ഇന്ത്യയും മറ്റൊരു അയൽ രാജ്യവും തമ്മിലുള്ള ഒരു പദ്ധതിയാണ് കലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി എന്ന് പറയുന്നത്.
ഈ പദ്ധതി ഏത് രാജ്യവും തമ്മിലാണ് എന്ന് ചോദിച്ചാൽ നോക്കട, ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ഒരു സമുദ്രം വഴിയുള്ള ഒരു കണക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാലാടൻ മൾട്ടിനാൽ. കാലാടൻ കടല് വഴിയുള്ള, അങ്ങനെ ആലോചിച്ചാൽ മതി. കാലാടൻ, ലാ മാറ്റിയാൽ കടലായി. കാലാടൻ കടല് വഴിയുള്ള ഒരു മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയാണ് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ളത്. അതിന്റെ പേരാണ് കാലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി എന്ന് പറയുന്ന കാലാടൻ. മറക്കണ്ട. ഓക്കെ ആണോ? ഇനി നോക്കാം. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്ലാബ് ആണ് കേട്ടോ. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്ട? അലക്സാണ്ടർ സ്ലാബ് ആണ്. 13ാമത്തെ ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ആണ്. മറക്കണ്ട കേട്ടോ. 13ാമത്തെ ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ആണ് അലക്സാണ്ടർ സ്ലാബ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിലവിലുള്ള ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് 13ാമത്തെ ആളാണ്. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ സ്ലാബ് എന്നാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത്തെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ് കേട്ടോ. മറക്കണ്ട. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത്തെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ജില്ല എറണാകുളം. 2024 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്ട? അത് ഒമാനാണ്. 2024 പുരുഷ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഒമാനാണ്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച, നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ആക്കിയതാണ്, അത് വിട്ടേക്ക്. അടുത്ത് നോക്കാം. 2024-25 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 7%. അതും ഞാൻ റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവന്നാണ്. സോറി. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദാണ്. അത് നമ്മുടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ജി കിഷൻ റെഡ്ഡിയാണ് അതിന്റെ ഇനാഗുറേഷൻ ചടങ്ങുകളും മറ്റുമൊക്കെ നടത്തിയ, അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തിയ വ്യക്തി. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രിയായ ജി കിഷൻ റെഡ്ഡിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 2024 ഫെബ്രുവരിയിൽ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം മ്യാൻമാർ. പഠിച്ചു വെച്ചോ. 2024 ഫെബ്രുവരിയിൽ യുവതീ യുവാക്കൾക്ക്, പല രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ പരിപാടി നിലനിൽപ്പുണ്ട്, പക്ഷെ ഈ 2024 ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് മ്യാൻമാറാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് രാജ്യത്തിന്റെ മാതൃക അടിസ്ഥാനമാക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് പുതിയ വികസന മേഖല നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചൈനയുടെ മാതൃക അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. ഇത് കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമല്ല. എന്റെ നാടാണ് വിഴിഞ്ഞം, അപ്പൊ അതുകൊണ്ടൊരു സ്പെഷ്യൽ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏത് രാജ്യത്തിന്റെ മാതൃക അടിസ്ഥാനമാക്കിയിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേക വികസന മേഖല നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചൈന മോഡലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണടാ. 2023 മാനവ വികസന സൂചിക പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. 2023 മാനവ സൂചിക പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ആരാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. 2023 മാനസിക വികസന സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം 132. മറക്കണ്ട. മാനവ സൂചിക പ്രകാരം 1ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്, ഈ 132ാം സ്ഥാനമാണ് ആർക്ക്? ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മൂല്യം ചോദിച്ചാൽ 0.633 ആണ് കേട്ടോ. ഇന്ത്യയുടെ, മറക്കല്ലേ, ഈ പോയിന്റ് പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മൂല്യം 0.633. 2023 മാനവ സന്തോഷ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 111 ആണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ബെറ്റർ ആയിരിക്കും. 2023 മാനവ സന്തോഷ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 126. 2023 ഗ്ലോബൽ ഇൻഡെക്സ് ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 111. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആ പുരസ്കാരം ലഭിച്ചത് ദേവിക റെഗ. ദേവി അറിയാമല്ലോ, ദേവിക റെഗ. ക്വാർട്ടർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനാണ് കിട്ടിയത് കേട്ടോ. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക റെഗ. അവരുടെ നോവൽ എന്ന് പറയുന്നത് ക്വാർട്ടർ ലൈഫ്. ഇനി 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശ ദൗത്യങ്ങൾ കൂടുതൽ കാലം നിലനിർത്താനും ചെലവും ഉപഗ്രഹങ്ങളുടെ ഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ത്രസർ വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ ഏജൻസി നമ്മുടെ ISRO ആണ്. ഓക്കെ. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക്, മെഡിസിൻ എന്നീ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്വാതി. പഠിച്ചു വെക്കണേ ഇത്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക്, അതുപോലെ മെഡിസിൻ എന്നീ വിഭാഗത്തിലെ
സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്വാതി എന്ന് പറയുന്ന പോർട്ടൽ. ഇനി 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച കാറ്റലിൻ നോവക്ക് ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഹംഗറിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹംഗറിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് പ്രാധാന്യം വരുന്നത് അവര് രാജിവെച്ചു എന്നതുകൊണ്ടാണ്. അതാണ് അവിടുത്തെ കറണ്ട് ഫാക്ട്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഒരു പക്ഷേ നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിൽ രാജിവെച്ചതെന്ന് ചോദിക്കൂല. ഹംഗറിയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു എന്നൊരു ചോദ്യം വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവിടുത്തെ രാജ്യവും അതും ഇതുമായിട്ട് എന്ത് കണക്ഷൻ എന്ന് ചോദിച്ചാൽ കണക്ഷൻ ഇതാണ്. അവർ ഈ ഫെബ്രുവരി രാജിവെച്ചു എന്ന് തന്നെയാണ് കണക്ഷൻ. രാജ്യത്ത് ആദ്യമായിട്ട് കിടപ്പ് രോഗികളെയും അതുപോലെ ആശുപത്രിയിലെത്താൻ കഴിയാത്തവരെയും വീട്ടിലെത്തി പരിചരിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുന്ന സർവകലാശാലയാണ് നമ്മുടെ കേരള ആരോഗ്യ സർവകലാശാല. ഓർക്കണേ, പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്താദ്യമായി കിടപ്പ് രോഗിയെയും ആശുപത്രിയിലെത്താൻ കഴിയാത്തവരെയും വീട്ടിലെത്തി പരിചരിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുന്ന സർവകലാശാലയാണ് കേരള ആരോഗ്യ സർവകലാശാല. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമമാണ് സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. അടുത്ത പദ്ധതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമമാണ് സ്നേഹഗ്രാമം. ലോകത്തിലെ ആദ്യത്തെ സുസ്ഥിര മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ അത് ദുബായിലാണ് കേട്ടോ. എവിടെ? ലോകത്തിലെ ആദ്യത്തെ സുസ്ഥിര മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചത് ദുബായ്. കേരളത്തിൽ കണ്ടെത്തിയ പുതിയൊരു കുമിളിനമാണ് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി. ശ്യാം വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിനുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് ശ്യാം വിശ്വനാഥി എന്ന പേര് കൊടുത്തത്. ട്രൈക്കോഗ്ലോസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? ട്രൈക്കോഗ്ലോസം മറക്കണ്ട. ട്രൈക്കോഗ്ലോസം ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് കേരളത്തിലെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വി ഹരി നായർ. മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോ. ഒരു സംശയം വേണ്ട. കേരളത്തിന്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? വി ഹരി നായർ. മസ്റ്റായിട്ടും ചോദിക്കും. 1 കോടി വീടുകളിൽ പുരപ്പുറം സോളാർ പദ്ധതി നടപ്പാക്കാനുള്ള സൗജന്യ സബ്സിഡി വൈദ്യുത പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി. ഇതും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചോ. 1 കോടി വീടുകളിൽ പുരപ്പുറം സോളാർ പദ്ധതി നടപ്പിലാക്കാനുള്ള സൗജന്യ സബ്സിഡി വൈദ്യുത പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി എന്ന് പറയുന്നത്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഈ അടുത്ത കാലത്ത് അതായത് ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്ന് പറയുന്ന ഉപഗ്രഹം. പേസ് മേക്കർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പേസ് മേക്കർ. ആ പേസ് ആലോചിച്ചാൽ മതി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചതാണ് പേസ് എന്ന് പറയുന്നത്. 4ാമത് കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി അസമാണ് കേട്ടോ. 14ാമത് കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിമിന്റെ വേദി എന്ന് പറയുന്നത് അസമാണ്, മറക്കണ്ട. 2024 ഫെബ്രുവരിയിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ 200ാം ജന്മദിനമാണ് ആഘോഷിച്ചത്? അത് സ്വാമി ദയാനന്ദ സരസ്വതി. പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക് കേട്ടോ. ഇത്തരം ചോദ്യങ്ങളുണ്ട്. അതായത് ഇത്രാമത്തെ ജന്മദിനം ആഘോഷിച്ചത് ആര്, ഇത്രാമത്തെ ജന്മദിനം ആഘോഷിച്ചത് ആരെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്തു വെച്ചിരിക്കണം. 2024 ഫെബ്രുവരിയില് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200ാം ജന്മദിനം ആഘോഷിച്ചു. കറണ്ട് ഫാക്ട്സ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം ജയ്വാൻ. 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ് ജയ്വാൻ എന്ന് പറയുന്നത്. നോക്കടാ, പുൽവാമ ഭീകരാക്രമണം നടന്നു. അത് 2024 5ാം വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. സംഘടിപ്പിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ എത്രാം വാർഷികമാണ് 2024 സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 5ാം വാർഷികം. ഇത്തരം ചോദ്യങ്ങളും നമുക്ക് ഒരുപക്ഷെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം, സന്തോഷ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്ന ട്രോഫി നമുക്ക് 2022-23 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരുവനന്തപുരമാണ് 1ാം സ്ഥാനം കിട്ടിയത്. അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് 1ാം സ്ഥാനം കിട്ടിയത് 3 പേർക്കാണ്. ഒന്ന് നീലേശ്വരം കാസർഗോഡ്, അതുപോലെ പെരുമ്പടപ്പ് മലപ്പുറം ജില്ല,
വൈക്കം കോട്ടയം ജില്ല. അപ്പൊ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം കാസർഗോഡാണ്, പെരുമ്പടപ്പ് മലപ്പുറമാണ്, വൈക്കം കോട്ടയമാണ്. മികച്ച ഗ്രാമപഞ്ചായത്താണ് തിരഞ്ഞെടുത്തത് വലിയ പറമ്പ, അത് കാസർഗോഡാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളത്. മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ ഇത് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം കാസർഗോഡ് ജില്ല, പെരുമ്പടപ്പ് മലപ്പുറം ജില്ല, വൈക്കം കോട്ടയം ജില്ല. 3 ഒന്നാം സ്ഥാനമുണ്ട്. മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയ പറമ്പ, അത് കാസർഗോഡ് ജില്ല. മികച്ച മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഗുരുവായൂർ, അത് തൃശ്ശൂർ ജില്ല. മികച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം ജില്ല. 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിന്റെ വേദി തൃശ്ശൂരാണ്. 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിന്റെ വേദി തൃശ്ശൂർ ജില്ല. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളം INS ജഡായു. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ ബാങ്ക് ടെക്നോളജി അവാർഡ് ലഭിച്ച പൊതുമേഖലയിലെ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ. ബറോട്ട ആലോചിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എടാ, ഇത് നമുക്ക് എക്കണോമിക്സിലെ കറണ്ട് ഫാക്ട്സ് ആണ്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ ബാങ്ക് ടെക്നോളജി അവാർഡ് ലഭിച്ച പൊതുമേഖലയിലെ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ഇനി മഹാത്മാ പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ മഹാത്മാ പുരസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മികച്ച ഗ്രാമപഞ്ചായത്തിൽ 1ാം സ്ഥാനം നേടിയത് വെള്ളറട തിരുവനന്തപുരവും എടപ്പാൾ മലപ്പുറവും. അപ്പൊ 2 ഒന്നാം സ്ഥാനമുണ്ട്. മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം കിട്ടിയത് 1ാം സ്ഥാനം വെള്ളറട തിരുവനന്തപുരവും 2ാം സ്ഥാനം എടപ്പാൾ മലപ്പുറവും. അല്ല, 2 പേരുണ്ട് 1ാം സ്ഥാനത്ത്. ഇനി 2ാം സ്ഥാനം കിട്ടിയത് കള്ളിക്കാട് തിരുവനന്തപുരത്തിലാണ്. ഓക്കെ ആണോ? അപ്പൊ മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വെള്ളറട തിരുവനന്തപുരവും എടപ്പാൾ മലപ്പുറവും, 2ാം സ്ഥാനം കള്ളിക്കാട് തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന 1ാം സ്ഥാനം പെരിങ്കടവിള നമ്മുടെ തിരുവനന്തപുരത്ത്, 2ാം സ്ഥാനം അട്ടപ്പാടി നമ്മുടെ പാലക്കാട്, 3ാം സ്ഥാനം കഞ്ഞിക്കുഴി നമ്മുടെ ആലപ്പുഴ. അപ്പൊ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യത്തെ 3 സ്ഥാനം ഒന്ന് പെരിങ്കടവിള തിരുവനന്തപുരത്തിനും, 2ാം സ്ഥാനം അട്ടപ്പാടി പാലക്കാടിനും, 3ാം സ്ഥാനം കഞ്ഞിക്കുഴി ആലപ്പുഴയ്ക്കുമാണ്. ഓർത്തു വച്ചേക്കുക. സ്കൂളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച സംവിധാനമാണ് വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം. ആ സംവിധാനത്തിന്റെ പേരെന്താണ്ട? വാട്ടർ ബെൽ എന്ന് പറയുന്ന സംവിധാനം. അപ്പൊ സ്കൂളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതായത് കൃത്യമായിട്ട് ഒരു 11 മണിക്കും അതുപോലെ ഒരു 2 മണിക്കും സംതിങ് ആ സമയത്ത് ഒരു ചെറിയൊരു ബെല്ല് കൊടുത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾ നിർബന്ധം വെള്ളം കുടിക്കാനായിട്ട്. അതാണ് ആ പദ്ധതിയുടെ പ്രത്യേകത. ഈ ചൂടെന്ന് പറയുന്ന ഈ ചൂട് സമയത്തുള്ള ഒരു എന്താ പറയുക, ഒരു പരിഹാര നടപടി എന്ന് വേണം അതിനെ കരുതാൻ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പാറമുത്തൻ മുളവാലൻ എന്ന് പറയുന്നത് ഒരു ഇനം തുമ്പിയാണ് കേട്ടോ. പാറമുത്തൻ മുളവാലൻ, പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പാറമുത്തൻ മുളവാലൻ ഒരു തുമ്പിയാണ്. ഫാഗി ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഫെബ്രുവരി നടന്നു, അതുകൊണ്ടാണ് അവിടെ പോയിന്റ് വരുന്നത്. ഫാഗി ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും മികച്ച ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന സമഗ്ര പദ്ധതിയാണ് കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്, കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി. ഓർത്തു വച്ചിരിക്കണം. കേരള എഗെയിൻസ്റ്റ് റയർ ഡിസീസ് അല്ലെങ്കിൽ കെയർ എന്ന് പറയുന്ന പദ്ധതി. ക്ലിയർ ആണോ? ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭയാണ് നമ്മുടെ 15ാം നിയമസഭ എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭയാണ് 15ാം നിയമസഭ എന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റിൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ ബോളർ നമ്മുടെ രവിചന്ദ്ര അശ്വിനാണ്. ആദ്യത്തെ ബോളർ എന്ന് പറയുന്നത് നമ്മുടെ അനിൽ കുംബ്ലെ ആയിരുന്നു. ഇപ്പൊ 2ാമത്തെ ക്രിക്കറ്റർ എന്ന് പറയുന്നത് രവിചന്ദ്ര അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന 2ാമത്തെ ഇന്ത്യൻ ബോളർ രവിചന്ദ്ര അശ്വിനും 1ാമത്തെ ആള് അനിൽ കുംബ്ലെയുമാണ്. മറക്കണ്ട. ചുഴലിക്കാറ്റിനെ പറ്റി പഠിക്കാൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റിനെ പറ്റി പഠിക്കാൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ഇൻസാറ്റ് 3DS എന്ന് പറയുന്ന ഉപഗ്രഹം. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അത് USA ആണ്. ഈ പ്ലേഗ് 3 തരത്തിലുണ്ട്. 3 വ്യത്യസ്ത അവയവങ്ങളെ ബാധിക്കുന്ന 3 വ്യത്യസ്ത തരം പ്ലേഗുകളുണ്ട്. അതിൽ ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന പ്ലേഗ് ആണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് USA-ൽ എന്ത് ചെയ്യപ്പെട്ടു? സ്ഥിരീകരിക്കപ്പെട്ടു എന്നൊരു പോയിന്റ് ഓർത്ത് വച്ചിരിക്കണം. ഓക്കെ ആണോ? ഇനി 2024 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ഷഹബാസ് ഷെരീഫ് ആണ്. ഷഹബാസ് ഷെരീഫ് 2024 ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ഷഹബാസ് ഷെരീഫ്. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച
ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ ഏതാ എന്ന് ചോദിച്ചാൽ അത് സോറ എന്ന് വിളിക്കാം. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ എന്ന് പറയുന്നത് സോറ. ടെക്സ്റ്റ് ടു വീഡിയോ മോഡൽ അവതരിപ്പിച്ചത് സോറ. സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം ഗ്രീസാണ്. ശ്രദ്ധിച്ചു പഠിക്കണേ. സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന രാജ്യങ്ങൾ വേറെ ഉണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം, അതാണ് നമ്മുടെ ചോദ്യം. അവിടുത്തെ ഉത്തരവ് എന്ന് പറയുന്നത് ഗ്രീസാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയ നടപടികൾ എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര തീരുമാനം, അതിനെതിരെയുള്ള ഒരു പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അത് തമിഴ്നാടാണ്. ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്ത ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനാണ് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്ത ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തിടെ മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പേപ്പർ ഡെയ്സി വർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം സസ്യമാണ് അനഫലിസ് മൂനാറൻസിസ്. നമ്മുടെ മൂന്നാർ എന്ന് പറയുന്ന ആ പേരിൽ നിന്നാണ് വരുന്നത്. അനഫലിസ് മൂനാറൻസിസ്. അനഫലിസ് മൂനാറൻസിസ്, മറക്കണ്ട, അനഫലിസ് മൂനാറൻസിസ്. ഇത് മീശപ്പുലിമലയിൽ നിന്നാണ് കിട്ടിയത്. അനഫലിസ് മൂനാറൻസിസ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. നമ്മുടെ കണ്ണില് കറുത്ത നിറം അല്ലെങ്കിൽ ഇരുണ്ട നിറം ഉള്ള ഒരു ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്ന ഭാഗം. ആ പേര് ഓർക്കുക. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് ആണ്. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് ആണ്, മറക്കണ്ട. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരത്തുള്ള. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ ഏതാണ്ട് ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരം. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു കേസാണ്. അതിനെ കണക്ട് ചെയ്ത് മറ്റൊരു പോയിന്റ് ഉണ്ട്. ഭക്ഷണ വിതരണത്തിനുള്ള ഓൺലൈൻ ബുക്കിങ്ങിനായി കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട്. ഈ ലഞ്ച് ബെൽ എന്ന് പറയുന്നതുമായിട്ട് കണക്റ്റഡ് ആണ് ഇത്. പോക്കറ്റ് മാർട്ടിൽ ബുക്ക് ചെയ്ത് ആപ്ലിക്കേഷന്റെ പേരാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ പദ്ധതിയുടെ പേര് ലഞ്ച് ബെല്ലും അതുമായി ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷന്റെ പേര് പോക്കറ്റ് മാർട്ട്. സെറ്റല്ലേ? മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കുടുംബശ്രീയുമായി ചേർന്ന്, അതായത് മൃഗസംരക്ഷണ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയുമായിട്ട് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹെൽപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മൃഗസംരക്ഷണ പ്രവർത്തനം ഏകോപിപ്പിക്കാനായി മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ നിലവിൽ വരുന്നുണ്ട്. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് നമ്മുടെ കൊല്ലം കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അബുദാബി സാഹിബ് സിറ്റി സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് അഹ്ലൻ മോദി എന്നാണ്. അബുദാബി സാഹിബ് സിറ്റി സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാം അറിയപ്പെടുന്നത് അഹ്ലൻ മോദി എന്ന പേരിലാണ്. 45ാമത്, അതായത് 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുഡാഫെസ്റ്റ്, നമ്മുടെ ഹംഗറിയിലുള്ള ബുഡാഫെസ്റ്റിലാണ് 45ാമത്തെ 2024 നടക്കുന്ന 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എന്ന് പറയുന്നത്. ബുഡാഫെസ്റ്റ്, ഹംഗറി. 2020 മുതലേ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 38ആണ്. 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 38ആണ്. അടുത്തിടെ 80 ദശലക്ഷം ടൺ അധികം ഇരുമ്പയിര് നിക്ഷേപം കണ്ടെത്തിയത് രാജസ്ഥാനിലെ കരവുലി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? കരവുലി. കരവുലി. ഓക്കെ, കരവുലി, രാജസ്ഥാനിലെ കരവുലി. വേൾഡ് സോഷ്യൽ ഫോറത്തിന്റെ 16ാമത്തെ സമ്മേളനം കാഠ്മണ്ഡുവിലാണ്. നമ്മുടെ നേപ്പാളിലുള്ള കാഠ്മണ്ഡുവിൽ വെച്ചാണ് വേൾഡ് സോഷ്യൽ ഫോറത്തിന്റെ 16ാമത്തെ സമ്മേളനം നടന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് IHRD കൊട്ടാരക്കര. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ആ പോയിന്റ് കേട്ടോ. ആ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് IHRD കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജ്. 2024 ഫെബ്രുവരിയിൽ ISRO ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയ കാലാവധി കഴിഞ്ഞ ഉപഗ്രഹമാണ്
കാർട്ടോസാറ്റ് 2. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മളെല്ലാം പഠിച്ചു വയ്ക്കുന്നത് ISRO മുകളിലേക്ക് വിടുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മളെ ഉപഗ്രഹങ്ങളൊക്കെ മുകളിലേക്ക് വിടുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചു പഠിച്ചു വെക്കുക. ISRO തിരിച്ചിറക്കിയ, കാലാവധി കഴിഞ്ഞതുകൊണ്ട് തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2 എന്ന് പറയുന്നത്. കാർട്ടോസാറ്റ് 2 മറക്കണ്ട, കാർട്ടോസാറ്റ് 2. ക്ലിയർ ആണോ? ഇനി അടുത്ത് 2024 ഫെബ്രുവരിയിൽ 1800 വർഷം പഴക്കമുള്ള പട്ടാള ക്യാമ്പ് കണ്ടെത്തിയത് ഇസ്രായേലിലാണ്. 2024 ഫെബ്രുവരിയിൽ 1800 വർഷം പഴക്കമുള്ള പട്ടാള ക്യാമ്പ് കണ്ടെത്തി. ഇനി ജൽ ജീവൻ മിഷന്റെ ഭാഗമായി 100% ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നൽകിയ ആദ്യ വടക്കുകിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. വടക്കുകിഴക്കൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. മറക്കണ്ട. ഓക്കെ ആണല്ലേ? ഇനി അടുത്ത 2024 ഫെബ്രുവരി 17 ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ റിവേഴ്സ് അല്ലെങ്കിൽ തിരിച്ചിറക്കുന്ന ഒരു സംഭവം നമ്മൾ പറഞ്ഞു, കാർട്ടോസാറ്റ് 2 എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇവിടെ പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ISRO വിക്ഷേപിച്ച ഫെബ്രുവരി 17 വിക്ഷേപിച്ച നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം നോക്കിക്കോട്ടെ. 2024 ഫെബ്രുവരി 20 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ BR അംബേദ്കറുടെ പേരിലാണ്. നമ്മൾ അംബേദ്കർ ഭവൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. 2024 ഫെബ്രുവരി 20 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് BR അംബേദ്കറുടെ പേരിലാണ്. അതിന്റെ പേര് അംബേദ്കർ ഭവൻ എന്നാണ്. ഒന്ന് ഓർത്തു വെച്ചിരിക്കണം, അംബേദ്കർ ഭവൻ. ഓക്കെ ആണോ? ഇനി അടുത്തറ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും കണ്ടെടുത്ത ക്രോണോബ്രഹ്മ എംബജി എന്ന് പറയുന്നത് ഏത് ജീവവർഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ കടന്തൽ വിഭാഗത്തിൽ പെടുന്നതാണ്. അടുത്തിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും കണ്ടെത്തിയ ക്രോണോബ്രഹ്മ എംബജി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് കടന്നൽ വിഭാഗത്തിൽ പെടുന്നതാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീശൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 2024 ഫെബ്രുവരി മാസത്തിൽ 2 കഥകളി ആചാര്യന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഒന്ന് കലാമണ്ഡലം കേശവൻ നമ്പീശനും മറ്റേത് വാഴേക്കട വിജയനുമാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ അന്തരിച്ച 2 കലാരൂപവുമായി 2 കഥകളി ആചാര്യന്മാർ അന്തരിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഓർത്തു വെച്ചിരിക്കുക. ഒന്ന് കലാമണ്ഡലം കേശവൻ നമ്പീശനും, രണ്ടാമത്തത് വാഴേക്കട വിജയനുമാണ്. 2024 റൂസോ ഓറഞ്ച് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ് കേട്ടോ. 2024 റൂസോ ഓറഞ്ച് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം നാഗാലാൻഡ്. മറക്കണ്ട. ഇനി സോമിൻ സായി ഉത്സവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. കാരണം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് സോമിൻ സായി ഉത്സവം. അതിനും കറണ്ട് അഫയറുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ സോമിൻ സായി ഉത്സവം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആ ജപ്പാനിലുള്ള പുരുഷന്മാര് നഗ്നരായിട്ട് നടത്തുന്ന ഓട്ട മത്സരം, അതുപോലത്തെ ഒരു പരിപാടിയാണ് സോമിൻ സായി ഉത്സവം എന്ന് പറയുന്നത്. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തെ 2024 ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ എന്തില്ല, ഈ ഉത്സവം നിർത്തപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു. അതാണ് അവിടുത്തെ കറണ്ട് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സോയിൻ സായി ഉത്സവം, അപ്പോ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1000 വർഷം പഴക്കമുള്ള ഒരു ഉത്സവത്തെ നിർത്തലാക്കി, അല്ലെങ്കിൽ ഒരു പരിപാടി നിർത്തലാക്കി. ആ പരിപാടി ഏതാണ് എന്ന് ചോദിച്ചാൽ ആ പരിപാടിയുടെ പേരാണ് സോമിൻ സായി ഉത്സവം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത 2023 ജ്ഞാനപീഠ പുരസ്കാരങ്ങളെ കുറിച്ച് നോക്കാം. 2024 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് 2 പേർക്കാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഗുൽസാർ, ഉറുദു കവിയാണ്. രണ്ടാമത്തത് ജഗദ്ഗുരു രാമഭദ്രാചാര്യ, സംസ്കൃതമാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം ഉത്തർപ്രദേശാണ്. അപ്പോ ഗുൽസാർ എന്ന് പറയുന്നത് പഞ്ചാബിൽ ജനിച്ച വ്യക്തിയാണ്. ഗുൽസാർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഗാനരചയിതാവും അതുപോലെ കവിയുമൊക്കെയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമി അവാർഡ്, ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. നമ്മുടെ സ്ലം ഡോഗ് മില്യണർ എന്ന് പറയുന്ന സിനിമയിലെ ഗാനത്തിന് നമ്മുടെ ഓസ്കാർ അവാർഡും അതുപോലെ ഗ്രാമി അവാർഡും ഒക്കെ ലഭിച്ച വ്യക്തിയാണ് ഗുൽസാർ എന്ന് പറയുന്നത്. പിന്നെ ജഗദ്ഗുരു രാമഭദ്ര, അദ്ദേഹം സംസ്കൃത രചയിതാവാണ്. അദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഓക്കെ അല്ലേ? ഇനി 2024 ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. 2024 ഏഷ്യൻ ടീം ബാഡ്മിന്റൺ
വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. അവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. 2024 ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിലുള്ള ഏക മലയാളി താരം എന്ന് പറയുന്നത് ട്രിസ ജോളിയാണ്. ഏഷ്യൻ ബാഡ്മിന്റൺ ടീം 2024 ചാമ്പ്യൻഷിപ്പിലെ മലയാളി താരം ട്രിസ ജോളിയാണ്. ആ മലയാളി താരം ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീം എന്ത് ചെയ്തു? കപ്പടിച്ചു എന്നതും ഓർക്കണം. 2024 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. 2024 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് എന്നത് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ പോയിന്റ്. ഇനി അടുത്ത് നോക്കടാ, രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ അഭ്യാസമാണ് വായുശക്തി 2024 എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ അഭ്യാസം വായുശക്തി 2024. 2024 ഖത്തർ ഓപ്പൺ നേടിയത് ഇഗ സ്വയാടെക് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഓരോ ഓപ്പൺ സീരീസ് നോക്കുമ്പോൾ പുരുഷ വിഭാഗത്തിലെ ജേതാവ്, സ്ത്രീ വിഭാഗത്തിലെ ജേതാവ്, അല്ലെ, വനിതാ വിഭാഗം, പുരുഷ വിഭാഗം, അങ്ങനെ രണ്ട് വകഭേദമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നേ ഉള്ളൂ. കാരണം ഈ 2024 അല്ലെങ്കിൽ ഖത്തർ ഓപ്പൺ എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രം നടക്കുന്ന ഒരു കപ്പാണ്. അതുകൊണ്ടാണ് അതിന്റെ ജേതാവായിട്ട് ഒരാൾ വന്നത്, ഇഗ സ്വയാടെക് എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണോ? ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാവുന്ന ആദ്യത്തെ വനിതയാണ് ശ്രീപതി എന്ന് പറയുന്നത് കേട്ടോ. ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാവുന്ന ആദ്യത്തെ വനിത ആരാണ്? ശ്രീപതിയാണ്. 2024 113 വാർഷികം ആഘോഷിക്കുന്ന പത്രം കേരള കൗമുദി. നേരത്തെ നമ്മൾ 200 വർഷത്തെ കുറിച്ചൊരു കണക്ക് പറഞ്ഞില്ലേ, അതുപോലെ ഓർക്കണം. 2024 113 വാർഷികം ആഘോഷിക്കുന്ന പത്രമാണ് കേരള കൗമുദി എന്ന് പറയുന്നത്. 113 വാർഷികം ആഘോഷിക്കുന്ന പത്രം ഏതാണ്? അത് കേരള കൗമുദി. 113 വർഷം മറക്കണ്ട, 113 വർഷം. 2024 ഫെബ്രുവരിയിൽ പൊന്മുടിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് പാറമുത്തൻ മുളവാലൻ എന്ന് പറയുന്നത് കേട്ടോ. പുതിയ ഇനം തുമ്പിയാണ് പാറമുത്തൻ മുളവാലൻ. ഈ വർഷത്തെ ബാഫ്ത പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഈ വർഷത്തെ ബാഫ്ത പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്പൺ ഹൈമർ ആണ്. മറക്കരുത്, ഓപ്പൺ ഹൈമർ. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഗൂഗിളിന്റെ ഒരു നിർമ്മിത ബുദ്ധി മാതൃക, ഏറ്റവും പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു നിർമ്മിത ബുദ്ധി മാതൃകയാണ് ഗമ്മ. എന്താണ് ഗമ്മ? ഗമ്മ നമ്മൾ സാധാരണ പറയല്ലേ ഗമ, അല്ലെ? നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമുക്കൊരു ഗമ വരില്ല, ഒരു ഗമ. അത് ഇത് ഗമ്മ, അത് ഗമ, ഇത് ഗമ്മ, മറക്കണ്ട. ഓക്കെ. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. മറക്കണ്ട, അടൽ ദയോ അഭ്യുദയ യോജന എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണിത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബി പാസാക്കിയ രാജ്യമാണ് USA എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്താനായി USA പാസാക്കിയ ബില്ല് എന്ന്, അല്ലെങ്കിൽ USA പാസാക്കിയത് ആണ് എന്തെന്ന് പറയുന്നത്? ക്വാഡ് ബി എന്ന് പറയുന്ന സാധനം. ഇവിടെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള തുരങ്കപാത ഉധംപൂർ ശ്രീനഗർ ബാര റെയിൽപാത. ഇതിന്റെ മറ്റൊരു പേരാണ് T50 എന്ന് പറയുന്നത് കേട്ടോ. മറക്കണ്ട, ഇതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? T50 എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് T50. ഈ T50 തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് 12.77 കിലോമീറ്റർ ആണ് കേട്ടോ. ഈ T50യുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്ട? 12.77. മറക്കരുത്. ഈ T50 എന്ന് പറയുന്ന സാധനം നമ്മുടെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ഈ പറയുന്ന സാധനം കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജമ്മു കാശ്മീരുള്ള ഉധംപൂർ, അതുപോലെ ശ്രീനഗർ, അതുപോലെ ബാരാമുള്ള, ഈ ഇത്രയും റെയിൽവേകളെ അല്ല ഇത്രയും മേഖലകളെ കണക്ട് ചെയ്യുന്ന റെയിൽ പാതയിലെ ഒരു തുരങ്കത്തിന്റെ പേരാണ് T50 അല്ലെങ്കിൽ ഉധംപൂർ ശ്രീനഗർ ബാര റെയിൽ പാത എന്ന് പറയുന്നത്. അതിന്റെ നീളം എന്ന് പറയുന്നത് 12.77 കിലോമീറ്റർ ആണ്. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് പ്രഭാവോ സുബ്രിയാണോ കേട്ടോ. ഇവരുടെയൊക്കെ പേരൊക്കെ ഇത്തിരി വെറൈറ്റി ആണ്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷ. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ. അതുപോലെ 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്, മറക്കണ്ട. 2024 ഏഷ്യൻ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. ആദ്യ സ്കിൽ സെന്റർ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്ന ഒഡീഷ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. കുട്ടികളിലെ പരീക്ഷാ സമ്മർദ്ദം ഇല്ലാതാക്കാൻ ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് വി ഹെൽപ്പ് എന്ന് പറയുന്ന പദ്ധതി. കുട്ടികളിലെ പരീക്ഷാ സമ്മർദ്ദം ഇല്ലാതാക്കാൻ ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി വി ഹെൽപ്പ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട. ജസ്റ്റിസ് ഫാത്തിമ ബീവി ഈ കടക്കാലത്ത് മരണപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ MS സ്വാമിനാഥൻ എന്ന പേര് പോലെ തന്നെ പരീക്ഷകൾക്ക് കറണ്ട് അഫയർ ആയിട്ടോ അല്ലാതെയോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അതിനെ കണക്ട് ചെയ്ത് ഈ പോയിന്റ് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ലൈബ്രറി നിലവിൽ വരുന്ന ജില്ലാ കോടതി പത്തനംതിട്ട. സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്തെ ആദ്യത്തെ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ്. സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്തെ ആദ്യ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി 12 ഇന്ത്യൻ ഭാഷകളിലായി പ്രവർത്തിക്കുന്ന ആപ്പ് സ്റ്റോർ ആണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി 12 ഇന്ത്യൻ ഭാഷകളിലായി പ്രവർത്തിക്കുന്ന ആപ്പ് സ്റ്റോർ ആണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന നാവിക അഭ്യാസമാണ് ദോസ്തി 16. കേട്ടിട്ടില്ലേ? 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയും മാലദ്വീപും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന നാവിക അഭ്യാസമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദോസ്തി 16. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ചോദിച്ചാൽ നന്ദിയോട്. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. നന്ദിയോട്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്കൂൾ ഗ്രാമത്തെ നന്ദിയോടെ സ്മരിക്കാം. നന്ദിയോട്. അടുത്തിടെ പാമ്പൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം പഠിച്ചു വെച്ചോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. അടുത്തിടെ പാമ്പൻ വിഷത്തെ നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച, കൃത്രിമമായിട്ടുള്ള ആന്റിബോഡി വികസിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ഛായാഗ്രഹകനാണ് സന്തോഷ് ശിവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഛായാഗ്രഹൻ മാത്രമല്ല, ഒരു സംവിധായകൻ കൂടിയാണ്. ലോകത്തിലെ മികച്ച ഛായാഗ്രാഹകർക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് പിയർ ആൻജിനോ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ഇത്തവണ കിട്ടിയത് ഇന്ത്യക്കാരനായ സന്തോഷ് ശിവനാണ് എന്നത് ഓർത്തു വച്ചിരിക്കുക. വ്യവസായ വകുപ്പിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക അവാർഡുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അവാർഡ് എറണാകുളത്തിനാണ്. വ്യവസായ വകുപ്പിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക അവാർഡുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിനുള്ള അവാർഡ് എറണാകുളത്തിനാണ്. വ്യവസായ IT വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര AI കോൺക്ലേവിന്റെ വേദി കൊച്ചി. വ്യവസായ IT വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര AI കോൺക്ലേവിന്റെ വേദി കൊച്ചിയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്ന പദ്ധതി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സേഫ് എന്ന പദ്ധതി. അടുത്ത പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. 2024 ഫെബ്രുവരിയില് 1935 മുസ്ലിം വിവാഹ മോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം അസമാണ്. അതായത് 1935 മുസ്ലിം വിവാഹ മോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണ്. 2024 ഫെബ്രുവരി 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു ഗുജറാത്തിലാണ്. സുദർശൻ സേതു ഗുജറാത്തിൽ. പോയിന്റ് ശ്രദ്ധിക്കണേ. 2024 ഫെബ്രുവരി 25 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം ഏത്? സുദർശൻ സേതു. ഏത് സംസ്ഥാനത്ത്? ഗുജറാത്തില്. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി
ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി രാജ്യാനന്തര വിമാനത്താവളമാണ്. കൊച്ചി രാജ്യാനന്തര വിമാനത്താവളമാണ് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത്. മറക്കണ്ട. ക്ലിയർ ആണല്ലോ പോയിന്റ്. അടുത്ത് നോക്കിക്കേ, വ്യവസായ വകുപ്പിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക അവാർഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിലുള്ള അവാർഡ് 1ാം സ്ഥാനം എറണാകുളത്തിനും 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 3ാം സ്ഥാനം കണ്ണൂരിനുമാണ്. ഈ പോയിന്റ് നമ്മൾ നേരത്തെ 1ാം സ്ഥാനത്തെ കുറിച്ച് മാത്രം പറഞ്ഞു. ഇവിടെ ഞാൻ 3 സ്ഥാനവും പറയുന്നു. 1ാം സ്ഥാനം എറണാകുളത്തിന് കിട്ടി, 2ാം സ്ഥാനം തിരുവനന്തപുരത്തിന് കിട്ടി, 3ാം സ്ഥാനം കണ്ണൂരിന് കിട്ടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രം എന്തിനുള്ള? വ്യവസായ വകുപ്പിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക അവാർഡുകളാണ്. 100% ലക്ഷ്യം കൈവരിച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിലുള്ള അവാർഡ് വയനാട്. നേരത്തെ വയനാടിന്റെ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് അവാർഡ് വയനാട് വാരി കൂട്ടിയിട്ടുണ്ട്. 100% ലക്ഷ്യം കൈവരിച്ച ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അവാർഡ് കിട്ടിയത് ആർക്കാണടാ? അത് വയനാടിനാണ്. സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യവസായ വകുപ്പിന്റെ പുരസ്കാരത്തിന് അർഹയായത് പമേല അന്ന മാത്യു. നോക്കടാ, സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവന, സംരംഭക മേഖല. അപ്പൊ സംരംഭകർക്ക് അന്നം കൊടുക്കാനായി പരിശ്രമിച്ചത് പമേല അന്ന മാത്യു. പമേല അന്ന മാത്യു. പമേല അന്ന മാത്യു. മറക്കല്ല ആ പേര്, പമേല അന്ന മാത്യു. നോക്കടാ, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മനോഹർ ജോഷി ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു മനോഹർ ജോഷി എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മനോഹർ ജോഷി മഹാരാഷ്ട്രയുടെ മുൻ മന്ത്രിയായിരുന്നു. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്റർ വാങ്ങുന്നത്? USA. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്റർ വാങ്ങുന്നത്? USA-യിൽ നിന്നാണ്. നോക്കണം അടുത്തൊരു പോയിന്റ്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്നും ക്യാൻസർ മരുന്ന് വികസിപ്പിക്കുന്നതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുഗന്ധവ്യഞ്ജനത്തിൽ നിന്ന് ക്യാൻസർ മരുന്ന് വികസിപ്പിക്കുന്നതിൽ പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് IIT മദ്രാസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി നോക്കടാ, നമ്മുടെ ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിന്റെ ജിമെയിലിന് ബദലായി എലോൺ മസ്ക് അവതരിപ്പിച്ച സംവിധാനമാണ് എക്സ്മെയിൽ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ ജിമെയിലിന്റെ ബദലായിട്ട് എലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എക്സ്മെയിൽ എന്ന് പറയുന്നത്. കളിമൺ ഉൽപ്പന്നത്തിന്റെ വിപണനത്തിനായി പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ കീഴിൽ കളിമൺ നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൺകരൺ എന്ന് പറയുന്നത്. മൺകുരൽ കേട്ടോ, മൺകുരൽ. അപ്പൊ ഓർക്കണം, കളിമണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അതിന് വലിച്ചു നീട്ടി പഠിച്ചില്ലെങ്കിലും കളിമണ്ണുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് ഫാക്ട്സ് മൺകുരൽ കേട്ടോ, മൺകുരൽ. 2024 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ നടക്കുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത്. നോക്കടാ, ഇന്ത്യ ജപ്പാൻ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ നടക്കുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. നോക്കാം, അടുത്തിടെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഗോംബസ് സാമൂരി നോറം. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഗോംബസ്. ഗോംബസ് നമ്മൾ കോമ്പസ് പറയാറില്ലേ? കോമ്പസ് അല്ലെ, നമ്മളൊക്കെ ഈ കോമ്പസ് ഉപയോഗിച്ച് കണക്കിൽ കോമ്പസ് ഉപയോഗിക്കാറില്ല. ഇത് ഗോംബസ് സാമൂതിരി ആലോചിക്ക്, സാമൂരി നോറം. ഗോംബസ് സാമൂരി നോറം. പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് മറിയം നവാസ്. വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട പോയിന്റ്. പാകിസ്ഥാനിലെ അത്ഭുതം. പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി മറിയം നവാസ്. അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 27 അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം എന്നാണ് ഫെബ്രുവരി 27. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് എന്ന് പറയുന്നത്. പങ്കജ് ഉദാസ്. ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ആദ്യ തദ്ദേശീയ AI മോഡലായ ഗർഭിണി GA2 വികസിപ്പിച്ച സ്ഥാപനം നമ്മുടെ IIT മദ്രാസ് ആണ്. ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന
ആദ്യ തദ്ദേശീയ AI മോഡലായ ഗർഭിണി GA2 വികസിപ്പിച്ച സ്ഥാപനം IIT മദ്രാസ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിന്റെ സർവകലാശാല നമ്മുടെ MG സർവകലാശാലയാണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിന്റെ സർവകലാശാല MG സർവകലാശാല. കേരള ബാങ്കിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ജോർജ് M ചാക്കോ. കേരള ബാങ്കിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ജോർജ് M ചാക്കോ. ശ്രദ്ധിച്ചു പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ ലിവർപൂളാണ്. 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ലിവർപൂൾ. അപ്പൊ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ചോദിച്ചാൽ അത് MG സർവകലാശാലയാണ്. നമ്മുടെ കേരള ബാങ്കിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റ ജോർജ് M ചാക്കോ. ജോർജ് M ചാക്കോ. ജോർജ് M ചാക്കോ. 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ലിവർപൂളാണ്. ഇനി നോക്കടാ, ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. നമുക്ക് ദേശീയ ശാസ്ത്ര ദിനം എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ തീം ചോദിച്ചാൽ വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. മറക്കരുത്, ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 2024 തീം എന്താണ് എന്ന് ചോദിച്ചാൽ വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ. ഇനി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച 17ാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഷഫീഖ് റഹ്മാൻ ബാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച 17ാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഷഫീഖ് റഹ്മാൻ ബാർക്ക് എന്ന് പറയുന്നത്. ഇനി 2024 ഫെബ്രുവരിയിൽ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയാണ് AM ഖാൻ വിൽക്കർ. AM ഖാൻ വിൽക്കർ. വിൽക്കാനുണ്ടോ വിൽക്കാനുണ്ടോ ആ പേര് കേട്ടില്ലേ? വിൽക്കാനുണ്ടോ വിൽക്കർ. AM ഖാൻ വിൽക്കർ 2024 ഫെബ്രുവരിയിലെ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയാണ് AM ഖാൻ വിൽക്കർ എന്ന് പറയുന്നത്. നോക്കടാ, അസമിന്റെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത് കാജി നേമു ആണ് കേട്ടോ. അസമിന്റെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത് കാജി നേമു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച രാജ്യത്തെ മുതിർന്ന നിയമജ്ഞനും ഗ്രന്ഥകാരനും രാജ്യസഭ അംഗമായിരുന്ന വ്യക്തി ഫാലി എസ് നരിമാൻ. നമ്മൾ സാധാരണ പത്രവാർത്തകളിലൊക്കെ പല കേസുകളിലും പിന്നെ വാദിച്ച വ്യക്തിയുടെ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവിടെ ഫാലി എന്നുള്ള എസ് നരിമാൻ എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. നരിമാൻ, അത് തന്നെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നരിമാൻ 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച രാജ്യത്തെ മുതിർന്ന നിയമജ്ഞനും ഗ്രന്ഥകാരനും രാജ്യസഭ അംഗവുമായ വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ എന്ന് പറയുന്നത്. സെൻസർ ഫൗണ്ടേഷന്റെ സെൻസസ് മഹാരത്ന പുരസ്കാരം 2024 ഫെബ്രുവരിയിൽ ലഭിച്ചത് NK പ്രേമചന്ദ്രനാണ്. കൊല്ലം MP ആണ് MK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോ സെൻസർ ഫൗണ്ടേഷന്റെ സെൻസസ് മഹാരത്ന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്, അല്ല ഫെബ്രുവരിയിൽ ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് NK പ്രേമചന്ദ്രനാണ് എന്നത് ഓർക്കുക. 2024 പൂന്താനം സ്മാരക അവാർഡ് ജേതാവ് നമ്മുടെ ശ്രീകുമാരൻ തമ്പിയാണ്. 2024 പൂന്താനം സ്മാരകം അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമനാണ്. 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമൻ. അടുത്ത് നോക്കിക്കടാ, സംസ്ഥാനത്തെ ആദ്യ ലിസ്റ്റ് പാലം നിലവിൽ വരുന്നത് ലിഫ്റ്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തുള്ള കരിക്കകം എന്ന സ്ഥലത്താണ്. അവിടെ പാർവതി പുത്തനാർ എന്ന് പറയുന്ന പാർവതി പുത്തനാറിന് കുറുകെയായിട്ട് ആണ് ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ? അത് കരിക്കകം, തിരുവനന്തപുരത്തുള്ള കരിക്കകം പാർവതി പുത്തനാറിന് അരുകയാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 2024 ഫെബ്രുവരിയിലെ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.
നമുക്കത് നിങ്ങളുടെ ഈ നോട്ടിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇതിന്റെ ഇതിന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ ആണോ? അപ്പോൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.